ഓഡിറ്റോറിയം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വലിയൊരു ഹൈലൈറ്റാണ്. എത്ര കാറ് വന്നാലും നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടപ്പോൾ ശരിക്കും ഫാൻറ്റാസ്റ്റിക്. ഇങ്ങനത്തെ ഓഡിറ്റോറിയത്തിൽ ശരിക്കും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ ഇത് എടുത്തിരിക്കും. എന്ത് മാരേജ് ഫംഗ്ഷൻ എന്തായിക്കോട്ടെ ഇവിടെ വന്നിരിക്കും. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ശരിക്കും വളരെ പ്രിസൈസ് ആക്കി വെച്ചിട്ടുണ്ട്, പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. ഏറ്റവും എല്ലാ സൗകര്യങ്ങളുമുള്ള, സത്യം പറഞ്ഞാൽ ഇത്രയും ഈ ഒരു റേറ്റിന് ഞാനിപ്പോൾ ഇവരുടെ ഭാരവാഹികളോട് പറഞ്ഞത് ഈ റേറ്റിന് കൊടുക്കരുതെന്നാണ്. കാരണം ഇത് കൊടുത്താൽ ഒക്കൂല അങ്ങനെ. കാരണം എയർ കണ്ടീഷൻഡാണ്, എല്ലാ സൗകര്യം. എന്താ ഇവിടെ ഇല്ലാത്തൊരു സാധനമുള്ളത്? തീർച്ചയായിട്ടും ഇത് വളരെ ഭംഗിയായിട്ട് നടക്കും. നമസ്കാരം, ഞാൻ ജോയൽ ഓണപ്പൻ, ജോയൽ അക്കാഡമിയുടെ ഡയറക്ടറാണ്. അപ്പോൾ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റും കൂടിയാണ്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഓഡിറ്റോറിയം കണ്ടപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, ആർട്ടിസ്റ്റുകൾക്ക് വളരെ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ഇത്രയും പ്രൈസ് കുറഞ്ഞിട്ടുള്ളൊരു ഓഡിറ്റോറിയം ഈ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കും ബാക്കി എല്ലാവർക്കും ഇതൊരു വലിയ പ്രചോദനമായിരിക്കും. അവർക്ക് വലിയൊരു ഗുണം ചെയ്യുന്നു. നമ്മുടെ ഈ പുതിയാപ്പ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഏറ്റവും ഈ അടുത്ത കാലത്ത് നമ്മൾ കാണാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭംഗിയിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ്. 400ഓളം ആളുകൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാവുന്ന സൗകര്യമാണ്. മെയിൻലി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇതേ സൗകര്യങ്ങളോട് കൂടി ഇത്രയും നല്ല ഒരു ഭംഗിയിൽ ഇത്ര സൗകര്യത്തോട് കൂടിയിട്ട് ഈ ഒരു റേറ്റിൽ, വളരെ ചെറിയ റേറ്റിൽ കിട്ടുന്ന ഒരു ഫെസിലിറ്റി. നമ്മളിവിടെ ഒരു ഫംഗ്ഷന് വന്നതാണ്. ഇപ്പോൾ കണ്ടപ്പോൾ ഓഡിറ്റോറിയം നല്ല ഓഡിറ്റോറിയം, അടിപൊളി. എൻ്റെ പേര് നക്കാഷ് എന്നാണ്. ഞാൻ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഡയറക്ടറാണ്. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പം എനിക്ക് ഈ ഓഡിറ്റോറിയം, ഒരു ഓഡിറ്റോറിയത്തിന് വേണ്ട ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ്, അതേപോലെ നമുക്ക് ഈ ഒരു തിരക്ക് ഒഴിവാക്കാനുള്ളൊരു സ്പേസ്, ഇതൊക്കെ ഈ ഓഡിറ്റോറിയത്തിൽ ഭയങ്കരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അറിയപ്പെടുന്ന പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രവും സമാജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തിരുമുറ്റത്ത് തന്നെ ഇത്രയും മനോഹരമായ ഒരു ഹോള്, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ആധുനികമായ രീതിയിൽ എസിയോട് കൂടിയുള്ള എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റൂമും 500ഓളം ആക്കിയിരിക്കാനുള്ള സൗകര്യം, താഴെ അതിനേക്കാളേറെ നല്ല സൗകര്യമുള്ള ഹോള്, സാധാരണക്കാരൻ ചെറിയ പരിപാടി വരുമ്പോൾ അതിനകത്ത് ഏതാണ്ട് 200 ആളുകൾക്ക് വരെ ഇരിക്കാൻ പറ്റാവുന്ന ചെറിയ ഹോളും സ്റ്റേജ് ഉൾപ്പെടെ ചെറിയ ആളുകൾക്ക് താങ്ങാനാവുന്ന റേറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ സാരഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.